സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയുടെ നിയമനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. UPSC കൈമാറിയ പട്ടികയ്ക്ക് പുറത്തുനിന്നൊരാൾക്ക് പോലീസ് തലവന്റെ താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള നിയമവശങ്ങൾ സർക്കാർ പരിശോധിക്കുകയാണ്. എന്നാൽ തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം പട്ടികയിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. DGPമാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത കേരളത്തിലെ പോലീസ് തലവനാക്കാൻ UPSC സംസ്ഥാനത്തിന് നൽകിയ പട്ടികയിലുള്ളവർ. എന്നാൽ പല കാരണങ്ങളിൽ ഈ 3 പേരുകാരോടും സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര താത്പര്യമില്ല. ഇതോടെയാണ് പട്ടികയ്ക്ക് പുറത്തുനിന്നൊരാൾക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ താത്കാലിക ചുമതല നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നത്. ഇതിനായുള്ള നിയമവശങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. ബംഗാളും പഞ്ചാബും ഉത്തർപ്രദേശും അടക്കം 7 സംസ്ഥാനങ്ങളിൽ DGP ഇൻചാർജ്മാരുണ്ട്. ഇതാണ് കേരളവും പരിഗണിക്കുന്നത്. എന്നാൽ UPSC കൈമാറിയ പട്ടികയിൽ നിന്നല്ലാതെ മറ്റൊരാളെ തീരുമാനിക്കാനാകില്ലെന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം. കേരള പോലീസ് ആക്ടിലോ ഇന്ത്യൻ പോലീസ് ആക്ടിലോ സുപ്രീം കോടതി വിധിയിലോ എവിടെയും കാണാത്ത ഒന്നാണ് ഇൻചാർജ്. അപ്പൊ എവിടെയും കാണാത്ത ഒരു താൽക്കാലിക ഏർപ്പാട് സംസ്ഥാന സർക്കാർ അത് സ്ഥിരമായി സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് UPSC അയച്ചിരിക്കുന്ന ഈ നിർദ്ദേശം മറികടക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നഗ്നമായ നിയമലംഘനമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. നിയമത്തിന്റെ നൂലാമാലകൾ സംസ്ഥാന സർക്കാരിനും അറിയാം. അതിനാൽ പട്ടികയിൽ നിന്നൊരാളെ തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാനും സാധ്യതയുണ്ട്. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ എന്നിവരിൽ ഒരാൾക്കായിരിക്കും നറുക്കു വീഴുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.